പെർഫോമൻസ് എന്ന് പറയാനായിട്ട് ആരും അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഒന്നും ഈ സിനിമയിൽ ആരും കാണിച്ചിട്ടില്ല. അതിനകത്ത് ആക്ഷൻ സീനുകളാണെങ്കിൽ പോലും അജിത്ത് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫിൽ അജിത്ത് ഒരുമാതിരി അയ്യോ എന്നെ കൊല്ലില്ല സാറേ, അയ്യോ എനിക്കൊന്നും അറിയില്ല, എനിക്കിവിടെ അടിയുണ്ടാക്കാൻ താല്പര്യമില്ല, അങ്ങനത്തെ രീതിയിലാണ് അജിത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴത്തേക്ക് പുള്ളി എവിടെണ്ടോ പോയിട്ട് കുംഫും കാരാട്ടയൊക്കെ പഠിച്ചിട്ട് വരുന്നു, ഗണ്ണെടുക്കുന്നു, കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യുന്നു. എന്തത് അതിൻ്റെ ഇടയിൽ ഹമ്മറൊക്കെ ഇങ്ങനെ ചരിച്ചോടിക്കുന്നൊരു സീനുണ്ട്. ഇറ്റ്സ് ഓവറോൾ ഓക്കെ. ആക്ഷൻ സീൻസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ കഥയും ഇതും തമ്മിലൊരു ലോജിക്കില്ല. ഇതിനകത്ത് അജിത്താണെങ്കിൽ ഒരു പാവം പിടിച്ച മനുഷ്യൻ. ആദ്യത്തെ ഹാഫിൽ കാണും അയ്യോ ഇന്മാര് തങ്കപ്പെട്ടൊരു മനുഷ്യന് ഇനി കാണാൻ കിട്ടുമോ, അങ്ങനത്തെ ടൈപ്പ് ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ അവസാനമായപ്പോഴത്തേക്ക് പുള്ളിയാണെങ്കിൽ എനിക്ക് മടുത്ത്, ഇനി ഒറ്റ ഒരു തന്നെ ഞാൻ വെച്ചേക്കത്തില്ല, എല്ലാത്തിനും തീർത്ത് കളയുന്നുള്ളൊരു രീതിയിലാണ് എന്താ പറയുക അജിത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനൊരു ലോജിക്കില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആൾ പട്ടാളത്തിലായിരുന്നു, അല്ലെങ്കിൽ ആൾക്ക് പണ്ട് ആളൊരു റൗഡി ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ലിയോലെ പോലെ എന്താ പറയുക ഞാനിപ്പം നല്ലവനായ ഹസ്ബൻഡാണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നെങ്കിൽ ഓക്കെ റിലേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. ഇത് പക്ഷേ അങ്ങനത്തെ ഒന്നും ഇല്ല. ലെറ്റർ വാച്ച് ആണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, കാണണമെങ്കിൽ കാണാം. നിങ്ങൾക്ക് അങ്ങനെ മോശം പറയാനായിട്ടൊന്നുമില്ല സിനിമയിൽ, പക്ഷേ അത്ര അടിപൊളിയും ഇല്ല. കണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം, കാണണമെങ്കിൽ കാണാം, കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. OTT വരുമ്പോൾ കണ്ടാലും മതി. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നെറ്റ്ഫ്ലിക്സിൻ്റെ എൻഡ് ഇങ്ങനെ വന്നായിരുന്നു.